നിങ്ങളുടെ പഴയൊരു സുഹൃത്തുണ്ടല്ലോ 24 ചാനലിലെ നിങ്ങളുടെ ഒരു പഴയ സുഹൃത്ത്, വേണുവിൻ്റെ സുഹൃത്ത് ഹാഷ്മി താജ് ഇബ്രാഹിം, അദ്ദേഹം പറഞ്ഞു ഈ പരാതി എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്ന് അന്ന്. അങ്ങനെ പരാതി കിട്ടിയെന്ന് ഹാഷ്മി പറയുന്നത് ഈ പറയുന്ന മാന്യൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ അങ്ങോട്ട് തരാമെന്നേ. ഇപ്പോഴത്തെ കാര്യം അല്ലെന്ന്. ഇതൊക്കെ സ്വാഭാവികം. നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ അതാണ് ചോദ്യം. വേറെന്താ നിങ്ങൾ കേൾക്കണത്? നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ അതാണ് ചോദ്യം. എന്റെ ചോദ്യം കൃത്യമാണ്. നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ജനറൽ സെക്രട്ടറി കിട്ടിയിട്ടുണ്ടോ, പിക്ക് കിട്ടിയിട്ടുണ്ടോ, സിസിക്ക് കിട്ടിയിട്ടുണ്ടോ, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ടോ, അതല്ല ചോദ്യം. നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഉത്തരം, ശ്യാം എന്ന് പറയുന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഏത് പരാതി ചോർത്തിയെന്ന വേണു പറയുന്നത്? എന്റെ ചോദ്യം, നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഏത് പരാതി ചോർത്തിയെന്ന വേണുവിന്റെ പരാതി? ഷർഷാദിന്റെ പരാതി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ചോദ്യം അതാണ്. ഷർഷാദിന്റെ പരാതി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? പേര് കേട്ടാൽ ഗോവിന്ദൻ മാഷക്ക് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങളിവിടെ പറഞ്ഞില്ലേ ശ്യാം എന്ന് പേര് കേട്ടാൽ നമുക്ക് ഓരോന്നായിട്ട് വരാമെന്നേ. ആദ്യം എന്നോട് അങ്ങ് പറയേണ്ട മറുപടി പത്രവാർത്ത അല്ല, അങ്ങ് വലിയ വീരസ്യത്തോടെ പറഞ്ഞല്ലോ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ, ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന്. എനിക്ക് അങ്ങയോടുള്ള എല്ലാ വിനയത്തോടെയുമുള്ള ചോദ്യം, പാർട്ടിക്ക് പരാതി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. വേണു വേറെ വഴിക്ക് പോരുത്, അന്തസ്സില്ലാതെ വേറെ വഴിക്ക് പോരുത്, അന്തസ്സില്ലാതെ വേറെ വഴിക്ക് പോരുത്. എനിക്ക് കിട്ടേണ്ട ഉത്തരം എന്താണ്? മീഡിയ വണിൽ നിന്ന് കിട്ടേണ്ട ഉത്തരം എന്താണ്? ശ്യാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്തു തെറ്റു ചെയ്തു? അതാണ് വേണു പറയേണ്ടത്. അതിലേക്കൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. ഒരു സെക്കൻഡ്. ശ്രീ രാജു പി നായർ ശരി, ശ്രീ രാജു പി നായർ, എനിക്കോ എന്റെ ചോദ്യങ്ങൾ അങ്ങനെ തന്നെയുണ്ട്. എന്റെ ചോദ്യങ്ങൾ അങ്ങനെ തന്നെയുണ്ട്. എന്റെ ചോദ്യം ഞാൻ ഇബ്രാഹിമിന് കിട്ടിയ പരാതി ഏതാന്ന് അത് അയാളോട് പോയി ചോദിക്കണു. അത് അയാളോട് ഇബ്രാഹിമിന് കിട്ടിയ പരാതി ഏതാന്ന് അതെങ്ങനെയാണ്? അത് അയാളോട് പോയി ചോദിക്കൂ. ആര്? നിങ്ങൾ അയാളെ വെളിപ്പെടുത്തി. അയാളോട് പോയി ചോദിക്കുന്നേ. അയാളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പോലും ചോദിക്കൂ. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും കിട്ടിയെന്ന് അയാൾ പറഞ്ഞാൽ ഉടനെ ഞാനതിനെല്ലാം ഇവിടെ ഇതാണ് അറിയേണ്ടത്.